ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ്നേഴ്സ് ടെക്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നൗൺ എന്ന ഒരു ഭാഗത്തിൻ്റെ ചെറിയൊരു പാർട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് റെഗുലർ നൗൺസ് ആൻഡ് ഇറഗുലർ നൗൺസ്? ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. എന്താണ് റെഗുലർ നൗൺസ് എന്നും അതുപോലെ എന്താണ് ഇറഗുലർ നൗൺസ് എന്നും എന്നിങ്ങനെ രണ്ട് തരം ക്ലാസിഫിക്കേഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെഗുലർ നൗണും ഇറഗുലർ നൗണും ഇവ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ പരിചയപ്പെടേണ്ട മറ്റൊരു ഭാഗമാണ് സിംഗുലർ ആൻഡ് പ്ലൂരൽ നൗൺസ്. നമ്മൾ ഓൾറെഡി അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കത് ഫെമിലിയർ ആയിട്ടുള്ളൊരു ഭാഗമാണ് അല്ലേ. എന്താണ് സിംഗുലർ നൗൺ എന്നും അതുപോലെ എന്താണ് പ്ലൂരൽ നൗൺ എന്നും മാത്രമല്ല, ഒരു സിംഗുലർ നൗണിനെ ഒരു പ്ലൂരൽ നൗണിലോട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് റൂൾസുകളും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് എല്ലാവർക്കും അത് ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് റെഗുലർ നൗൺ ആൻഡ് ഇറഗുലർ നൗൺസ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. അതൊരു ചെറിയ ടോപ്പിക് മാത്രമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു ചെറിയ ടോപ്പിക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. Then അപ്പോൾ എന്താണ് റെഗുലർ നൗൺ? A regular noun can be made plural by simply adding s or es to the end of the word. A regular noun can be made plural by simply adding s or es to the end of the word. എന്താണ് ഇത്? നമ്മൾ എവിടെ കേട്ടിട്ടുണ്ട് അല്ലേ? എവിടെയാണ് കേട്ടിട്ടുള്ളത്? നമ്മൾ സിംഗുലർ നൗണിൽ നമ്മൾ എസ് ഫോമും ഇ എസ് ഫോമിനെയും കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ഓൾറെഡി ഈ ഒരു ടേം ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു, നമ്മളിത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം എന്തിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം? സിംഗുലർ ആൻഡ് പ്ലൂരൽ നൗൺസിനെയും അത് സിംഗുലറിൽ നിന്നും പ്ലൂരൽ നൗൺസിലോട്ട് മാറ്റുന്ന റൂൾസിനെയും കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് എന്താണ് റെഗുലർ നൗൺ എന്ന് നോക്കാം. ഒരു സിംഗുലർ നൗണിൻ്റെ കൂടെ എസ്ഒ അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് അതിനെ പ്ലൂരൽ നൗൺ ആക്കാൻ കഴിയുന്ന നൗൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെഗുലർ നൗൺസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഒരു സിംഗുലർ നൗണിൻ്റെ കൂടെ എസ് ഫോമോ അതല്ലെങ്കിൽ ഇ എസ് ഫോമോ ആഡ് ചെയ്തുകൊണ്ട് ആ സിംഗുലർ നൗണിനെ പ്ലൂരലാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന നൗണിനെ, ഒരു സിംഗുലർ ഫോമിൻ്റെ കൂടെ എസ് ഫോമോ അല്ലെങ്കിൽ ഇ എസ് ഫോമോ ആഡ് ചെയ്താൽ ആ സിംഗുലർ ഫോർമാറ്റ് എന്തായി? ഒരു പ്ലൂരൽ ഫോർമാറ്റിലോട്ട് മാറ്റാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ഫോർമാറ്റിനെയാണ്, അങ്ങനെ വരുന്ന നൗൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെഗുലർ നൗൺസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? എന്താണ് റെഗുലർ നൗൺസ്? എ റെഗുലർ നൗൺ ക്യാൻ ബി മെയ്ഡ് പ്ലൂരൽ ബൈ സിംപ്ലി ആഡിങ് എസ് ഓർ ഇ എസ് ടു ദ എൻഡ് ഓഫ് ദി വേർഡ്. ഒരു സിംഗുലർ നൗണിൻ്റെ കൂടെ എസ് ഫോമോ അല്ലെങ്കിൽ ഇ എസ് ഫോമോ ആഡ് ചെയ്തുകൊണ്ട് ആ സിംഗുലർ നൗണിനെ പ്ലൂരൽ ഫോർമാറ്റിലോട്ട് മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? റെഗുലർ നൗൺ എന്ന് പറയുന്നത്. അപ്പം എന്താണ് റെഗുലർ നൗൺ എന്ന് പറഞ്ഞത്? ക്ലിയർ ആയോ? എക്സാമ്പിൾ നോക്കിയേ. നമ്മൾ സിംഗുലർ നൗൺസിൽ പഠിച്ച സെയിം എക്സാമ്പിൾസ് ഒക്കെ തന്നെയാണ് ഈ റെഗുലർ നൗൺസിലും വരുന്നത് അല്ലേ? നോക്കിയൊന്ന്. പെൻ, പെൻസ്. പെൻ എന്ന സിംഗുലർ നൗണിൻ്റെ കൂടെ പ്ലൂരൽ ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ആഡ് ചെയ്തത്? എസ് ഫോം ആഡ് ചെയ്തു. പെൻ, പെൻസ്. ഷർട്ട്, ഷർട്ട്സ്. ക്യാറ്റ്, ക്യാറ്റ്സ്. പെൻ, പെൻസ്. ഷർട്ട്, ഷർട്ട്സ്. ക്യാറ്റ്, ക്യാറ്റ്സ്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഹീറോ, ഹീറോസ്. മങ്കി, മങ്കീസ്. ഇതെല്ലാം എന്താണ്? നമുക്ക് സിംഗുലർ നൗണിൽ നിന്നും പ്ലൂരൽ നൗണിലേക്ക് മാറ്റുന്നതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഏതൊക്കെയാണ് എക്സാമ്പിൾസ് പറഞ്ഞത്? പെൻ, പെൻസ്. ഷർട്ട്, ഷർട്ട്സ്. ക്യാറ്റ്, ക്യാറ്റ്സ്. ഇതാണ് നമുക്ക് റെഗുലർ നൗണിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് റെഗുലർ നൗൺ എന്ന് ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താണ് ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്? നമ്മൾ റെഗുലർ നൗൺ എന്താണെന്ന് പറഞ്ഞു. നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് എന്താണ് ഇറഗുലർ നൗൺ. എന്താണ് ഇറഗുലർ നൗൺസ് നോക്കാം. നൗൺസ് ദാറ്റ് ഡു നോട്ട് ബിക്കം പ്ലൂരൽ ബൈ ആഡിങ് എസ് ഓർ ഇ എസ്. Nouns that do not become plural by adding s or es.
എന്താണ്? ഒരു സിംഗുലർ നൗണിൻ്റെ കൂടെ ESO അല്ലെങ്കിൽ SO ആഡ് ചെയ്യാൻ കഴിയാതെ, ഇവയെ ആഡ് ചെയ്ത് ഒരു പ്ലൂരൽ നൗണാക്കാൻ സാധിക്കാത്ത നൗണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറഗുലർ നൗൺസ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഇറഗുലർ നൗൺസ് എന്ന് പറഞ്ഞത്? നൗൺസ് ദാറ്റ് ഡു നോട്ട് ബിക്കം പ്ലൂരൽ ബൈ ആഡിങ് S or ES. ഒരു സിംഗുലർ നൗണിൻ്റെ കൂടെ ESO അല്ലെങ്കിൽ S എന്ന ഫോമോ ആഡ് ചെയ്താൽ നമുക്കത് പ്ലൂരൽ ആവില്ല. അത് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു സിംഗുലറിൽ നിന്നും പ്ലൂരൽ ആക്കുന്നതിന് വേണ്ടി S ഫോമോ ES ഫോമോ ആഡ് ചെയ്താൽ പ്ലൂരൽ ആവുന്നതാണ് റെഗുലർ നൗൺ എന്ന് പറയുന്നത്. എന്നാൽ S ഫോമോ ES ഫോമോ ആഡ് ചെയ്ത് കഴിഞ്ഞാലും പ്ലൂരൽ ആവുന്നില്ല. അങ്ങനെ വരുന്ന വാക്കുകൾ മീൻസ് S ഫോമോ ES ഫോമോ ആഡ് ചെയ്തുകൊണ്ട് പ്ലൂരലാക്കാൻ കഴിയാത്തതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറഗുലർ നൗൺസ് എന്ന് വിളിക്കുന്നത്. ഒരു സിംഗുലർ നൗണിൻ്റെ കൂടെ ESO അല്ലെങ്കിൽ SO ചേർത്താൽ പ്ലൂരലാവാത്ത അവസ്ഥയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറഗുലർ നൗൺസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ എന്താണ് ഇറഗുലർ നൗൺസ് എന്ന് പറയുന്നത്? ഓക്കെ, ദെൻ എക്സാമ്പിൾ നോക്കിയേ. ഷീപ്പ് ഷീപ്പ്, വൈഫ് വൈഫ്സ്, ടൂത്ത് ടീത്ത്, മൗസ് മൈസ്. എന്തൊക്കെയാ എക്സാമ്പിള്? ഷീപ്പ് ഷീപ്പ്, വൈഫ് വൈഫ്സ്, ടൂത്ത് ടീത്ത്, മൗസ് മൈസ്. ഇതിൽ ഷീപ്പ് എന്ന് പറയുന്നത് സിംഗുലർ നൗണാണ്. അതിൻ്റെ പ്ലൂരൽ ഫോം എന്താണ്? ഷീപ്പ് തന്നെയാണ്. വൈഫ് എന്ന് പറയുന്നതും സിംഗുലർ നൗണാണ്. അതിൻ്റെ പ്ലൂരൽ ഫോം എന്താണ്? വൈവ്സ് എന്നാണ്. അപ്പോൾ ഇത് രണ്ട് ടേംസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ വരാം. ഒരു കൺഫ്യൂഷനും വേണ്ട. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ റൂൾസും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും കൂടിയും ഒന്ന് കാണേണ്ടതാണ്. നമ്മളെ സിംഗുലർ ആൻഡ് പ്ലൂരൽ നൗൺസിൻ്റെ വീഡിയോയും കൂടി നമ്മൾ കാണുക. അപ്പം നമുക്ക് ഈ പറയുന്ന എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ്? ഇറഗുലർ നൗൺസിൻ്റെ എക്സാമ്പിളാണ് ഷീപ്പ് ഷീപ്പ്, വൈഫ് വൈഫ്സ്, ടൂത്ത് ടീത്ത്, മൗസ് മൈസ്. ഇതിലൊന്നും ലാസ്റ്റ് എന്താണ്? ES ഫോം വരുന്നതില്ല അല്ലേ? വൈഫ്സ് എന്ന് പറയുന്നതിലുണ്ട്. പക്ഷേ അതിലൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. എന്താണ്? F എന്നതിനെ തന്നെ മാറ്റിയിട്ടാണ് നമ്മളവിടെ പ്ലൂരൽ ഫോർമാറ്റ് കാണിക്കുന്നത്. VES ആണ് ലാസ്റ്റ് വരുന്നത് അല്ലേ? അപ്പോൾ അവിടെ ES ആഡ് ചെയ്തുകൊണ്ടല്ല പ്ലൂരൽ ആക്കിയിരിക്കുന്നത്. എന്ത് ആഡ് ചെയ്തുകൊണ്ടാണ്? VES ആഡ് ചെയ്തുകൊണ്ടാണ്. Fനെ കട്ട് ചെയ്തിട്ടാണ് അല്ലേ? മനസ്സിലായോ? പിന്നെ വരുന്നത് ഷീപ്പ് ആൻഡ് ഷീപ്പ്, രണ്ടും ഒരേ ടേമാണ് അല്ലേ? പ്ലൂരൽ ആണെങ്കിൽ പോലും ചേഞ്ച് വരാത്തതാണ്. അപ്പോൾ ഇറഗുലർ നൗൺസ് എന്ന് പറയുന്നത് S ഫോമോ ES ഫോമോ ആഡ് ചെയ്തു എന്ന് വെച്ചിട്ട് പ്ലൂരൽ ഫോമിലോട്ട് മാറ്റാൻ കഴിയാത്ത ഒന്നിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറഗുലർ നൗൺസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇറഗുലർ നൗൺസിൽ എന്താണ്? അത് വരുന്ന മാറ്റങ്ങൾ ചില വാക്കുകളിൽ പോലും ഡിഫറെൻ്റ് വരും, ചിലത് അതുപോലെ തന്നെ ആയിരിക്കും എന്നൊക്കെ തന്നെയാണ് നമ്മൾ ഇറഗുലർ നൗൺസിൻ്റെ എക്സാമ്പിളിൽ കാണിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഷീപ്പ് ഷീപ്പ്, വൈഫ് വൈഫ്സ്, ടൂത്ത് ടീത്ത്, മൗസ് മൈസ്. അപ്പോൾ ഓക്കെ, ക്ലിയർ ആയോ എന്താണ് റെഗുലർ നൗൺസ് എന്നും എന്താണ് ഇറഗുലർ നൗൺസ് എന്നും പറയുന്നത്? റെഗുലർ നൗൺസ് എന്ന് പറഞ്ഞാൽ ആഡ് S or ES മേക്ക് പ്ലൂരൽ, അതാണ് റെഗുലർ നൗൺസ്. ഒരു ചെറിയ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ അതാണ് റെഗുലർ നൗൺ എന്ന് പറയുന്നത്. ആഡ് S or ES മേക്ക് പ്ലൂരൽ, ഇറ്റ്സ് കോൾഡ് റെഗുലർ നൗൺ. S ഫോമും ES ഫോമും ആഡ് ചെയ്യുന്ന ആ ഒരു എന്താണ് ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെഗുലർ നൗൺസ് എന്ന് വിളിക്കുന്നത്. നേരത്തെ നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞു. ക്യാറ്റ് ക്യാറ്റ്സ്, ബോയ് ബോയ്സ്, ഗേൾ ഗേൾസ്, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് തന്നെയാണ്. ദെൻ ഇറഗുലർ നൗൺസ് നമ്മൾ പറഞ്ഞു. എന്താണ് ഇറഗുലർ നൗൺസിൽ? പ്രത്യേകിച്ച് ES ഫോമോ S ഫോമോ ആഡ് ചെയ്തതുകൊണ്ട് മാറ്റങ്ങളൊന്നും പ്രത്യേകിച്ച് വരൂലാന്ന്, പ്ലൂരലാക്കാൻ കഴിയില്ലാന്ന്. മാത്രമല്ല ഇറഗുലർ ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ചേഞ്ച് സ്പെല്ലിംഗ്, വവൽസ് ഓർ എൻഡിങ് ടു ബിക്കം പ്ലൂരൽ. ചേഞ്ച് സ്പെല്ലിംഗ്, വവൽ ഓർ എൻഡിങ് ടു ബിക്കം പ്ലൂരൽ. അതിൽ സ്പെല്ലിങ്സിന് ചേഞ്ച് ഇല്ലാത്തതും ഉണ്ടാവും, മാത്രമല്ല ചേഞ്ച് ഉള്ളതും ഉണ്ടാവും. അപ്പോൾ ഒരു സിംഗുലർ ഫോമിലെ സെയിം ഫോമാറ്റ് തന്നെ പ്ലൂരലിൽ വരുന്നുണ്ട്. ഷീപ്പ് ഷീപ്പ് ചേഞ്ച് ഇല്ലാത്തത്.
വൈഫ് അതായത് ചേഞ്ച് സ്പെല്ലിങ്, കറക്റ്റ് സ്പെല്ലിങ് അങ്ങ് ചേഞ്ച് ആയിട്ടുണ്ട്. വൈഫ് എന്നതും വൈവ്സ് എന്നതും ടൂത്ത് എന്നതും ടീത്ത് എന്നതും മൗസ് എന്നതും മൈസ് എന്നതും ഇതെല്ലാം സ്പെല്ലിങ് ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ. നൗൺസ് എൻഡിങ് ഇൻ നോക്കിയേ, നൗൺസ് എൻഡിങ് ടു ബിക്കം പ്ലൂരൽ അല്ലേ. അപ്പോൾ അതിൻ്റെ എൻഡിങ് ഒക്കെ എന്താണ്, പ്ലൂരലായിട്ട് മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്, റെഗുലർ നൗൺസ് എന്ന് പറഞ്ഞാൽ ആഡ് എസ് ഓർ ഇ എസ് മേക്ക് പ്ലൂരൽ. ഇറഗുലർ നൗൺസ് ചേഞ്ച് സ്പെല്ലിംഗ്, വവൽസ് ഓർ എൻഡിങ് ടു ബിക്കം പ്ലൂരൽ. ദെൻ അപ്പം ഇനി നെക്സ്റ്റ് എന്താണ്, ഹിയർ ആർ സം അതർ എക്സാമ്പിൾ ഓഫ് റെഗുലർ ആൻഡ് ഇറഗുലർ നൗൺസ്. എന്താണ്, നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടി നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഹിയർ ആർ സം അതർ എക്സാമ്പിൾസ് ഓഫ് റെഗുലർ ആൻഡ് ഇറഗുലർ നൗൺസ്. Nouns ending in ch, sh, ss, s, x, z add es to make plural. എന്താണ്, നൗൺസ് എൻഡ് ചെയ്യുന്നിടത്ത് സി എച്ചോ എസ് എച്ചോ എസ് എസ്സോ എസ്സോ എക്സോ സെഡോ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താണ് പ്ലൂരലാക്കുന്നതിന് വേണ്ടി ഇ എസ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതിലൊരു ഡൗട്ടും വേണ്ട. ക്ലിയർ ആയോ? അപ്പോൾ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു സൗണ്ട്സ് സി എച്ച്, എസ് എച്ച്, എസ് എസ്, എസ്, എക്സ്, സെഡ് ഇതിലേതെങ്കിലും ഒരു സൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ പ്ലൂരലാക്കുന്നതിന് വേണ്ടി ആഡ് ചെയ്യേണ്ടത് എന്താണ്, ഇ എസ് എന്നൊരു ഫോമാറ്റാണ്. എക്സാമ്പിൾ, ബുഷ്, ബുഷസ്, വാച്ച്, വാച്ചസ്. നൗൺ ദാറ്റ് ഡോണ്ട് ചേഞ്ച് ഇൻ പ്ലൂരൽ ഹാവ് ദ സെയിം ഫോം ഇൻ സിംഗുലർ. എക്സാമ്പിൾ നോക്കിയേ, ഷീപ്പ്, ഷീപ്പ്, ഡിയർ, ഡിയർ, ഫിഷ്, ഫിഷ്. ഇത് നമ്മൾ ഇറഗുലർ നൗൺസ് പറഞ്ഞ സമയത്ത് തന്നെ ഷീപ്പ് നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ്, നമുക്ക് പ്ലൂരൽ ഫോമും സിംഗുലർ ഫോമും യാതൊരുവിധ വ്യത്യാസവും ഇല്ലാതെ കാണിക്കുന്ന ടേംസ് വരുന്നുണ്ട് എന്ന്, അത് ഇറഗുലർ ടേംസിൽ വരുന്നുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഷീപ്പ് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഏതൊക്കെ, ഡിയർ, ഡിയർ, ഫിഷ്, ഫിഷ്. അപ്പോൾ ഇതെല്ലാം എന്താണ്, സെയിം സിംഗുലർ വേർഡ് തന്നെയാണ് പ്ലൂരലിലും നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, നൗൺസ് ദാറ്റ് എക്സിസ്റ്റ് ഓൺലി ഇൻ ദ പ്ലൂരൽ ഫോം ഡു നോട്ട് ഹാവ് എ സിംഗുലർ കൗണ്ടർ പാർട്ട്. എന്താണ് നമുക്ക് വരുന്നത്, ചില ഫോംസ് എല്ലാം എന്താണ് പ്ലൂരൽ ഫോംസ് ആയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ചില ഫോംസ് ഉണ്ട്. അതിന് സിംഗുലർ ഫോർമാറ്റ് ഉണ്ടാവില്ല. അതിനൊരൊറ്റ ഫോമാറ്റേ ഉള്ളൂ, അത് പ്ലൂരൽ ഫോമാറ്റാണ്. അതേതുപോലെ ഉള്ളത് ക്ലോത്ത്സ്, സിസേഴ്സ്, പാൻസ് ഇതെല്ലാം പ്ലൂരൽ ഫോമാറ്റാണ്. സിസേഴ്സ് എന്ന് പറയുന്നതും ക്ലോത്ത്സ് എന്ന് പറയുന്നതും പാൻസ് എന്ന് പറയുന്നതും എന്താണ്, ഒരു പ്ലൂരൽ ഫോമാറ്റാണ്. ഇതിന് ഒരു സിംഗുലർ ഫോമാറ്റ് ഇല്ല, പ്ലൂരൽ ഫോമാറ്റ് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഏതിൽ പെടുന്നതാണ്, നമ്മളെ റെഗുലർ നൗൺസിൻ്റെയും ഇറഗുലർ നൗൺസിൻ്റെയും ബാക്കിയുള്ള എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തത്, എന്താണ് റെഗുലർ നൗൺസ് എന്നും എന്താണ് ഇറഗുലർ നൗൺസ് എന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് റെഗുലർ നൗൺസ് എന്ന് പറയുന്നത്, നമ്മൾ സിംഗുലർ ഫോമാറ്റിനെ, സിംഗുലർ നൗണിനെ പ്ലൂരൽ ഫോമാറ്റിലേക്ക് അല്ലെങ്കിൽ പ്ലൂരൽ നൗൺസിലേക്ക് ആക്കുന്നതിന് വേണ്ടി നമ്മൾ സിംഗുലർ നൗൺസിൻ്റെ എൻഡിങ്ങിൽ ഇ എസ്സോ അല്ലെങ്കിൽ എസ്സോ ആഡ് ചെയ്യുന്ന രീതിയാണ് റെഗുലർ നൗൺസ് എന്ന് പറയുന്നത്. ഇറഗുലർ നൗൺസ് എന്ന് പറയുന്നത് എന്താണ്, എസ് ഫോർമാറ്റോ അല്ലെങ്കിൽ ഇ എസ് ഫോർമാറ്റോ ആഡ് ചെയ്തത് കൊണ്ടൊരിക്കലും പ്ലൂറൽ ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ വിളിക്കുന്നതാണ് ഇറഗുലർ നൗൺസ് എന്ന് പറയുന്നത്. ഇറഗുലർ നൗൺസിൽ എന്താണ്, നമ്മൾ സിംഗുലർ നൗൺസിൽ നിന്ന് പ്ലൂറൽ നൗൺസിലേക്ക് ആക്കുന്ന ചില വാക്കുകൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവും. ആദ്യം സിംഗുലർ നൗൺസിൽ കേട്ട വാക്ക് പോലും ആവില്ല ചിലപ്പോൾ പ്ലൂറൽ ഫോർമാറ്റിൽ നമ്മൾ കേൾക്കുന്നത്. അങ്ങനെയുള്ളൊരു ചേഞ്ചും കൂടാതെ പ്ലൂറൽ ഫോർമാറ്റും സിംഗുലർ ഫോർമാറ്റും സെയിം ആയിട്ടുള്ള ഒരു രീതിയും നമ്മൾ ഇറഗുലർ നൗൺസിൽ നമ്മൾ കണ്ടു. ഒരുപാട് എക്സാമ്പിൾസും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി ഇതിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിംഗുലർ നൗൺസിൻ്റെയും പ്ലൂറൽ നൗൺസിൻ്റെയും വീഡിയോസും കൂടി കാണുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. നമുക്ക് ഇത്രയും ഒരു ചെറിയ ടോപ്പിക്ക് മാത്രമാണ് എന്ത്, റെഗുലർ നൗൺസ് എന്ന് പറയുന്നതും ഇറഗുലർ നൗൺസ് എന്ന് പറയുന്നതും. ക്ലിയർ ആയില്ലേ?
അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതോട് കൂടിയിട്ട് നമ്മൾ ഇത്രയും ദിവസം ഡിസ്കസ് ചെയ്ത ഒരു വലിയ ടോപ്പിക് തന്നെയായിരുന്ന നൗൺ എന്ന ടോപ്പിക്കിൻ്റെ ആ ഒരു ഭാഗം, ആ ഒരു പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദെൻ പുതിയ ടോപ്പിക്കുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.